നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 26 വ്യാഴം. വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുമായി ആക്സിയം 4 ദൗത്യം ഇന്നലെ ഉച്ചയ്ക്ക് 12:01 പുറപ്പെട്ടു. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാകുന്ന ശുഭാംശു ശുക്ല ഇന്ന് വൈകിട്ട് 4:30 രാജ്യാന്തര ബഹിരാകാശ നിലയവുമായി കൂടിച്ചേരും. 6 തവണ മാറ്റിവെച്ച യാത്രയാണിത്. വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശുവിന്റെ ബഹിരാകാശ വാഹനം കുതിച്ചുയർന്നത് US-ലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ്. ഇന്ത്യയുടെ 7 പരീക്ഷണങ്ങൾ അടക്കം 60 പരീക്ഷണങ്ങളാണ് ദൗത്യസംഘം ബഹിരാകാശ നിലയത്തിൽ നടത്തുക. ജൂലൈ 10-നോ അതിനുശേഷമോ ആകും മടക്കയാത്രയെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ കൊല്ലം ഉരുൾ ദുരന്തമുണ്ടായ ചൂരൽമലയിലും മുണ്ടക്കയിലും പരിഭ്രാന്തി പരത്തി കനത്ത മലവെള്ളപ്പാച്ചിൽ. 100 കണക്കിന് തൊഴിലാളികൾ എസ്റ്റേറ്റുകളിൽ കുടുങ്ങി. ശരിയായ മഴ മുന്നറിയിപ്പ് നൽകാത്തതിന്റെ പേരിൽ ജനം പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ഇന്നലെ രാവിലെ 7:00-ഓടെയാണ് പുന്നപ്പുഴയിലെ മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയത്. അതിനു മുൻപേ തൊഴിലാളികളെ അക്കരെ കടത്തിവിട്ടിരുന്നു. മലമുകളിൽ ഉരുൾപൊട്ടലിനു സമാനമായ വൻ ശബ്ദം കേട്ടെന്ന് തൊഴിലാളികൾ പറയുന്നു. എന്നാൽ ഉരുൾപൊട്ടലല്ലെന്നും നേരത്തെ പുഴയിലടിഞ്ഞ ഉരുൾ അവശിഷ്ടങ്ങൾ കനത്ത മഴയിൽ ഒലിച്ചു വന്നതെന്നുമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിലപാട്. ഭാരതാംബ വിവാദം സർവകലാശാലകളെ യുദ്ധക്കളമാക്കുന്നു. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ പങ്കെടുത്ത പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വച്ചതിനെതിരെ KSU SFI പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടി. RSS BJP ABVP പ്രവർത്തകർ പങ്കുചേർന്നതോടെ സർവകലാശാല പരിസരത്ത് തെരുവ് യുദ്ധ പ്രതീതിയായി. സംഘപരിവാർ പശ്ചാത്തലമുള്ള ശ്രീ പത്മനാഭ സേവാ സമിതിയാണ് അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷിക പരിപാടി സംഘടിപ്പിച്ചത്. ഇവർക്ക് പിന്തുണയുമായി RSS പ്രവർത്തകർ ഇറങ്ങിയതോടെ സെനറ്റ് ഹാൾ സംഘർഷത്തിൽ മുങ്ങി. CBSE 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഈ അധ്യയന വർഷം മുതൽ 2 പൊതുപരീക്ഷ. ആദ്യ പരീക്ഷ നിർബന്ധം, 2ാം പരീക്ഷ താൽപ്പര്യമുള്ളവർ മാത്രം എഴുതിയാൽ മതി. 10ാം ക്ലാസ്സിൽ ഇനി ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഇല്ല. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമാണ് 2 പരീക്ഷ. പൊതുജനാഭിപ്രായം തേടിയ ശേഷമാണ് അന്തിമ മാനദണ്ഡങ്ങൾ CBSE ഗവേണിംഗ് ബോഡി അംഗീകാരം നൽകിയത്. ആദ്യ പരീക്ഷ ഫെബ്രുവരി പകുതിയോടെ ആരംഭിക്കും. ഫലം ഏപ്രിൽ 30-ന് പ്രസിദ്ധീകരിക്കും. 2ാമത്തെ പരീക്ഷ മെയ്യിൽ നടത്തി ജൂൺ 30-ന് മുൻപ് ഫലം പ്രസിദ്ധീകരിക്കും. ആദ്യ പരീക്ഷയുടെ ഫലം വന്ന ശേഷമാകും 2ാമത്തെ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുക. 3 വിഷയങ്ങൾ മാത്രമാണ് 2ാം പരീക്ഷയിൽ എഴുതാനാകുക. ആദ്യ പരീക്ഷയിൽ 3-ഓ അതിലധികമോ വിഷയങ്ങൾ എഴുതിയില്ലെങ്കിൽ 2ാം പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല. സ്പോർട്സ് വിഭാഗത്തിലുള്ളവർക്കും പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കും ഇളവുണ്ട്. 2 പരീക്ഷകളും എഴുതിയാൽ ഇവയിലെ ഉയർന്ന മാർക്കാകും പരിഗണിക്കുക. കരട് മാർഗരേഖയിൽ അഭിപ്രായം അറിയിച്ച 64.4% വിദ്യാർത്ഥികളും 2 പരീക്ഷയെന്ന രീതിയെ പിന്തുണച്ചെന്ന് CBSE ചെയർമാൻ രാഹുൽ സിംഗ് അറിയിച്ചു. എന്നാൽ അധ്യാപകരിൽ പകുതിയിലേറെ പേരും ഇതിന് എതിരായിരുന്നു. ഭൂമിയുടെ അതിർത്തി സംബന്ധിച്ച തർക്കങ്ങൾക്ക് ശാശ്വത പരിഹാരം വേഗത്തിലുണ്ടാക്കാൻ ഡിജിറ്റൽ സർവേക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുൻപ് നടത്തിയ പല സർവേകളും ഉദ്ദേശിച്ച ഫലം ചെയ്തില്ല. അതിനാലാണ് ഡിജിറ്റൽ സർവേക്ക് തുടക്കമിട്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഡിജിറ്റൽ സർവേ ദേശീയ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ വ്യവസായ സൗഹൃദ പോർട്ടലായ KSIFT, ദേശീയ ഏകജാലക സംവിധാനമായ NSWS എന്നിവ സംയോജിപ്പിച്ച് വ്യവസായ സംരംഭം ആരംഭിക്കുന്നതിനുള്ള കേന്ദ്ര സംസ്ഥാന അനുമതികൾ വേഗത്തിലാക്കുന്നു. ഒന്നിലധികം അനുമതികൾ നേടുന്നതിലെ സങ്കീർണത ഒഴിവാക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ത്വരിതപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കും. CPM ഭരിക്കുന്ന നേമം സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേട് സംബന്ധിച്ച സഹകരണ നിയമപ്രകാരമുള്ള അന്വേഷണത്തിന്റെ ഇടക്കാല റിപ്പോർട്ടിൽ മുൻ സെക്രട്ടറിമാരുടെ കാലത്ത് നടന്ന തട്ടിപ്പുകളുടെ വിവരങ്ങൾ പുറത്തുവന്നു. ബാങ്കിലെ മുൻ സെക്രട്ടറിമാരുടെ ഭാര്യമാരുടെയും ബന്ധുക്കളുടെയും പേരിൽ കണക്കിൽപ്പെടാതെയും തിരിച്ചുപിടിക്കാനാകാത്ത തരത്തിലും ഒട്ടേറെ വായ്പകൾ എടുത്തതായി റിപ്പോർട്ടിലുണ്ട്. 2022-23 കണക്ക് പ്രകാരം മാത്രം പലിശ, MDS, വായ്പ തുടങ്ങിയവയിലായി കോടികൾ പിരിഞ്ഞു കിട്ടാനുണ്ട്. മുൻ സെക്രട്ടറിമാരുടെ ഭാര്യമാരുടെയും ബന്ധുക്കളുടെയും പേരിൽ രേഖകളില്ലാതെ ലക്ഷങ്ങൾ വായ്പ എടുത്തതായി വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച റിപ്പോർട്ടിൽ പറയുന്നു. നിക്ഷേപകരുടെ നിരവധി പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് സഹകരണ വകുപ്പ് അന്വേഷണത്തിന് തയ്യാറായത്. 2023-24 വർഷത്തിൽ ഇന്ത്യക്കാർ കഴിച്ചത് 2 ലക്ഷം കോടി രൂപയുടെ മരുന്നുകളാണെന്ന ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പിന്റെ കണക്ക്. ഇന്ത്യയിൽ നിന്നുള്ള മരുന്നു കയറ്റുമതി ഇതിലേറെയുമാണ്. 2.28 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്നുള്ള മരുന്ന് കയറ്റുമതി. കഴിഞ്ഞ 5 വർഷമായി 10% വീതം വർധനയാണ് ഇന്ത്യൻ മരുന്ന് വിപണിയിലുണ്ടാകുന്നത്.
വിപണി സാധ്യത കണ്ടറിഞ്ഞ് 2023-24 വർഷത്തിൽ മാത്രം വിദേശ മരുന്ന് കമ്പനി നിർമ്മാതാക്കൾ ഇന്ത്യയിൽ നിക്ഷേപിച്ചത് 12,822 കോടി രൂപയാണ്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ 50-ാം വാർഷികത്തിൽ കേന്ദ്ര മന്ത്രിസഭായോഗം പ്രത്യേക പ്രമേയം പാസാക്കി. അടിയന്തരാവസ്ഥയുടെ തിക്തഫലങ്ങൾ അനുഭവിച്ചവർക്ക് ആദരമായി മന്ത്രിസഭ 2 മിനിറ്റ് മൗനം ആചരിച്ചു. ഭരണഘടനയുടെ അന്തസ്സത്തയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെയും അടിയന്തരാവസ്ഥയെയും ചെറുത്തവരുടെ ത്യാഗങ്ങളെ പ്രമേയത്തിൽ അനുസ്മരിച്ചു. ലോക ലഹരിവിരുദ്ധ ദിനമായ ഇന്ന് ലഹരിക്കെതിരെ നോ ടു ഡ്രങ്ക് പ്രചരണ പരിപാടിയുടെ 5ാം ഘട്ടത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കമിടും. ജനുവരി 30 വരെയാണ് 5ാം ഘട്ടം. ഇന്ന് സ്കൂൾ കോളേജ് തലത്തിൽ ലഹരിവിരുദ്ധ റാലികളും സ്കൂൾ പാർലമെന്റും സംഘടിപ്പിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്കൂളുകളുടെ 100 മീറ്റർ ചുറ്റളവിൽ ഈ വർഷം ജനുവരി മുതൽ മെയ് വരെ എക്സൈസ് നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് 1034 കേസുകൾ. ലഹരി കച്ചവടം നടത്തിയതിന് സ്കൂൾ പരിസരത്ത് 15 കടകളുടെ ലൈസൻസാണ് കഴിഞ്ഞ 5 മാസത്തിനിടെ റദ്ദാക്കിയത്. സംസ്ഥാനത്ത് അതിദരിദ്ര കുടുംബങ്ങൾ ഏറെയും കടക്കണിയിലായത് വീട് പണിയാൻ വായ്പയെടുത്ത്. ഇവ ഭൂരിഭാഗവും ജപ്തി നേരിടുന്നവയാണ്. അതിദരിദ്ര കുടുംബങ്ങളിൽ 25.4% പേരാണ് വീട് പണിക്ക് വായ്പയെടുത്ത് കടക്കാരായത്. ഇതിൽ 19.6% പേരും 1 രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല. ജപ്തി നടപടി നേരിടുന്ന 5.9% പേർക്കും പണം തിരിച്ചടയ്ക്കാൻ നിർവാഹമില്ല. കേരളം അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായുള്ള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ സർവേയിലാണ് ഈ കണ്ടെത്തൽ. സംസ്ഥാനത്താകെ 12,326 അതിദരിദ്ര കുടുംബങ്ങളാണ് ഉള്ളത്. സെക്രട്ടേറിയറ്റിലും ധനവകുപ്പ് മേധാവികളുടെ ഓഫീസിലും കഴിഞ്ഞ മെയ് 31 വരെയുള്ള കാലയളവിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ഫയൽ അദാലത്ത് സംഘടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഫയലുകൾ ഇഴയുന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായി അവ തീർപ്പാക്കുന്നതിന് നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. വെള്ളപ്പൊക്കവും വരൾച്ചയും നേരിടാനും നദീതട പരിപാലനത്തിനുള്ള നദീതട സംരക്ഷണ ചട്ടക്കൂടിന് മന്ത്രിസഭയുടെ അംഗീകാരം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഉന്നതാധികാര സമിതി നദീതട സംരക്ഷണ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കും. ഭരണ സംവിധാനങ്ങളുടെ ഏകോപനം, ആസൂത്രണം, നിരീക്ഷണം എന്നിവയിലൂടെ നദീതട സംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഇംഗ്ലണ്ടിനെതിരായ 1-ാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് തോൽവി. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.